അനുമോൾ ഒരു ബ്രില്യൻ ഗെയിമറാണെന്നോ അല്ലെങ്കിൽ ബിബിയുടെ പഴയ സീസണുകൾ കണ്ട് തന്ത്രപരമായി ഗെയിം കളിക്കാൻ എത്തിയവളാണെന്നോ വിശ്വസിക്കുന്നില്ല. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലേക്കുള്ള അവസരത്തിലൂടെ കൂടുതൽ എക്സ്പോഷർ, റീച്ച്, ഒപ്പം 100 ദിവസം വീട്ടിൽ തുടരുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനവും കണക്കുകൂട്ടിയാവണം അവർ ഇതിലേക്ക് എത്താൻ തയ്യാറായത്. അങ്ങനെയുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിച്ചാൽ ബുദ്ധിയുള്ള ആരായാലും അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമല്ലോ. സ്വന്തം കഠിനാധ്വാനം കൊണ്ടുയർന്നു വന്ന നാട്ടിൻപുറത്തെ ഒരു സാധാരണ പെൺകുട്ടി. കൃത്രിമത്വം ഇല്ലാത്ത സംസാരശൈലി, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, മറ്റുള്ളവരോടുള്ള സമീപനം. അത് ചിലപ്പോഴൊക്കെ എടുത്തടിച്ചതുപോലെ സംസാരിക്കും. അതൊരു നെഗറ്റീവല്ലേ എന്ന് ചോദിച്ചാൽ ഉള്ളിലുള്ളത് മറച്ചുവെക്കാതെ പെരുമാറുന്നു എന്ന് പറയേണ്ടി വരും. ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ടാസ്കുകളിൽ തനിക്ക് പറ്റുന്ന രീതിയിൽ പൊരുതാനുള്ള മനസ്സ്, മറ്റുള്ളവരെ ബാക്ക് സ്റ്റാബ് ചെയ്ത് സ്വന്തം നേട്ടം ആഗ്രഹിക്കാത്ത ഒരാളായിട്ടുമാണ് ഇത്രയും ദിവസം അവരുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയത്. ഹൗസിനുള്ളിൽ അനുമോൾ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതിയിട്ട് ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മിക്കവാറും മറ്റു മത്സരാർത്ഥികൾക്കുള്ള പ്രധാന ടാർഗറ്റ് അനുമോൾ തന്നെയായിരുന്നു എന്ന് പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പഠിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് മത്സരിക്കുന്നവരുടെ കൂടെ ഒരു പ്ലാനോ പദ്ധതിയോ മുൻ തയ്യാറെടുപ്പുകൾ ഒന്നുമോ ഇല്ലാതെ 100% ജെന്യൂൻ ആയിട്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും ശാരീരികവും മാനസികവുമായ അനേകം അറ്റാക്കുകൾ ഇതിനോടകം സഹമത്സരാർത്ഥികളിൽ നിന്നും അവർ നേരിട്ടിട്ടുണ്ട്. പലതും അവർ ഇഗ്നോർ ചെയ്തത് ഗെയിമിൻ്റെ സ്പിരിറ്റിൻ്റെ പേരിലും താൻ മൂലം മറ്റൊരാളുടെ ഗെയിം പ്രശ്നപ്പെടരുത് എന്ന ചിന്തയിലുമായിരിക്കണം. പക്ഷേ ആക്രമണം പരിധി വിടുന്ന സമയങ്ങളിൽ മാത്രമാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. കൂട്ടുകാരെന്ന് നടിക്കുന്നവർ പോലും അവസരം കാത്ത് മറുവശം ചേർന്ന് കുറ്റം അനുമോളിലേക്ക് ചാർത്തുകയാണുണ്ടായത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഗെയിമിനായി സ്വന്തം ലാഭം കാണുക, സുഹൃത്തുക്കളുടെ തെറ്റുകൾ ചർച്ച ചെയ്ത് അവരെ കുഴിയിലിടുക, അല്ലെങ്കിൽ വളച്ചൊടിച്ച് ഗെയിം കളിക്കുക, ഇത്തരം സമീപനങ്ങൾ അനുമോളിന്റെ രീതിയേ അല്ല. തനിക്കെതിരായ ആരോപണങ്ങൾക്കുള്ള മറുപടിയിൽ വാക്ചാതുര്യവും തന്ത്രപരമായ പ്രതിരോധവും കുറവാണ്. ഗെയിമിന്റെ ഘടകത്തിൽ അത് ഒരു പോരായ്മയെ തോന്നാമെങ്കിലും അതേ സ്വഭാവം തന്നെയാണ് അവളെ ജെന്യൂൻ ആണെന്ന് ബോധിപ്പിക്കുന്നത്. അവരുടെ ഈ നിഷ്കളങ്കതയും സുതാര്യമായ പെരുമാറ്റവും ചിലർക്ക് ക്രിഞ്ചായി തോന്നാം, ഓവർ ക്യൂട്ട് എന്ന് പരിഹസിക്കാറുമുണ്ട്. പക്ഷേ അതേസമയം പ്രേക്ഷകർക്ക് അവരോടുള്ള ജെന്യൂൻ കണക്ഷൻ ഉണ്ടാകാനുള്ള കാരണവും ഇതുതന്നെയാകണം.